ഹായ് എവരി വൺ. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. 6 മാസം വരെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രമാണ് കൊടുക്കുന്നത്. അതിനുശേഷം പതുക്കെ ഓരോ സോളിഡ് ഫുഡ്സ് കൊടുത്തു തുടങ്ങാം. സോളിഡ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോറ് കൊടുക്കാം എന്നാണ് കരുതുക. പക്ഷേ അങ്ങനല്ല ചെയ്യേണ്ടത്. ആദ്യമായി സോളിഡ്സ് കൊടുത്തു തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു കുറുക്ക് കൊടുത്തു തുടങ്ങാം. നുറുക്ക് ഗോതമ്പോ, റാഗിയോ, കായപ്പൊടിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ധാന്യം മാത്രം വെച്ചുള്ള കുറുക്കുണ്ടാക്കി കൊടുക്കുക. പിന്നെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പ്യൂരീസൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ക്യാരറ്റ്, അവക്കാഡോ, ആപ്പിൾ, സ്വീറ്റ് പൊട്ടറ്റോ, മാംഗോ, പപ്പായ അങ്ങനെ. ആദ്യമായി കൊടുക്കുമ്പോൾ കുഞ്ഞ് ചിലപ്പോൾ ഒരു സ്പൂൺ പോലും കഴിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ക്ഷമയോടെ വീണ്ടും ട്രൈ ചെയ്യുക. ആദ്യം ഒരു നേരം മാത്രമേ കൊടുക്കാവൂ. പിന്നീട് ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കത് 2 നേരമാക്കി തുടങ്ങാം. ഒരു 7 മാസമൊക്കെ ആകുമ്പോഴേക്കും 2 നേരം ഭക്ഷണം കൊടുക്കണമെന്നേ ഉള്ളൂ. കട്ടി ആഹാരം കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചോറ് കൊടുക്കാൻ പാടില്ല. ഒരു 8 മാസമൊക്കെ പ്രായമാകുമ്പോഴേക്കും ഈ ചോറ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതും മിക്കവാറും എല്ലാവരും മിക്സിയിൽ അരച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കുഞ്ഞിനുള്ള ചോറ് നന്നായി വേവിച്ചിട്ട് തവി കൊണ്ടോ മറ്റും ഉടച്ചു കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഒരു 2 ദിവസം ചോറ് മാത്രം കൊടുത്ത് പിന്നീട് ചോറിനൊപ്പം ഏതെങ്കിലും വെജിറ്റബിൾസൊക്കെ വേവിച്ച് കൊടുക്കാം. ക്യാരറ്റോ, ബീട്രൂട്ടോ, പയറോ, കടലയോ അങ്ങനെ എന്തെങ്കിലും മാറി മാറി കൊടുക്കാം. മിക്സിയിൽ അരച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ പ്രോബ്ലം കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്നാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ യൂട്ടൻസിൽസും സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിലിട്ട് തിളപ്പിച്ചോ അല്ലാതെയോ വളരെ ക്ലീൻ ആയിട്ടേ ഉപയോഗിക്കൂ. പക്ഷേ മിക്സിയുടെ ജാറ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റാറില്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ ചെറിയ പനിയോ ജലദോഷമോ ഒക്കെ കുഞ്ഞിനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ത്രോട്ട് ഇൻഫെക്ഷൻ ആവും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും മിക്സിയുടെ ജാറിൻ്റെ അകത്തുള്ള ചെറിയ അണുക്കൾ എന്തെങ്കിലും ഇരുന്നാൽ കുട്ടിക്ക് ഇൻഫെക്ഷൻസ് വരാൻ വളരെയധികം സാധ്യതകളുണ്ട്. പിന്നെ മിക്സിയിൽ അരച്ച് നമ്മൾ കൊടുക്കരുത് എന്ന് പറയുന്നതിനുള്ള റീസൺ, കുട്ടികൾ വളർന്നു വന്നാലും ഈ ശീലം മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എവിടെ പോയാലും എത്ര വയസ്സായാലും കുട്ടികൾ അരച്ച് തന്നെ വേണം, എല്ലാ ഭക്ഷണവും അരച്ച് കിട്ടണം എന്ന് തന്നെ ആവശ്യപ്പെടും. അപ്പോൾ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. 2 വയസ്സും 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് അരച്ച് കൊടുക്കുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ്. ആ ശീലം മാറ്റിയെടുക്കാൻ പിന്നെ നമ്മൾ പാടുപെടേണ്ടി വരും. അതും ഒരു കാരണമാണ്. ഒരു 8 മാസം കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഒന്നിലധികം ഭക്ഷണങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള പ്യൂരീസോ ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ മാത്രമേ നവധാന്യ കുറുക്കുകളും ന്യൂട്രിമിക്സ് ഭക്ഷണങ്ങളും എല്ലാം നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം പതുക്കെ നമുക്ക് മീനും ഇറച്ചിയും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം. തുടർച്ചയായി ഒരേ തരത്തിലുള്ള ഭക്ഷണങ്ങൾ തന്നെ കൊടുക്കാതെ പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ മാറി മാറി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ന്യൂട്രീഷൻസ് ലഭിക്കുവാൻ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും നമ്മൾ കുട്ടികൾക്ക് കൊടുത്തേ മതിയാവൂ. ചോറ് തന്നെ കൊടുക്കുന്നത് കൊണ്ടോ ഏതെങ്കിലും ഒരു ധാന്യം വെച്ചുള്ള കുറുക്ക് മാത്രം കൊടുക്കുന്നത് കൊണ്ടോ കാര്യമില്ല. എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും പച്ചക്കറികളും മീനും മുട്ടയും എല്ലാം ഇൻക്ലൂഡായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഇൻഫർമേഷൻസ് എല്ലാം ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.